അമിതവണ്ണവും മോഹൻലാലും തമ്മിൽ എന്തു ബന്ധം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ? പറയാം. അതിനു മുൻപ് എന്താണ് അമിതവണ്ണം എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് 30 അതിൽ കൂടുതലോ ആയാൽ നിങ്ങൾ അമിതവണ്ണം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. ഇനി അതുകൊണ്ടെന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ കേട്ടോളൂ, ഈ വില്ലൻ വരുത്തിവെക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. കാർഡിയോവസ്കുലർ രോഗങ്ങളായ ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ടൈപ്പ് 2 ഡയബറ്റീസ്, ചിലതരം ക്യാൻസറുകൾ, റെസ്പിറേറ്ററി പ്രോബ്ലംസ് തുടങ്ങി മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന ഡിപ്രഷന് പോലും കാരണമാണ് അമിതവണ്ണം. എന്തൊക്കെ കാരണങ്ങളാണ് അമിതവണ്ണത്തിലേക്ക് നമ്മെക്കൊണ്ട് എത്തിക്കുക? നമ്മുടെ ഭക്ഷണശീലം തന്നെയാണ് പ്രധാന വില്ലൻ. നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ നാവുകളെ ത്രസിപ്പിക്കുന്ന വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം, പ്രോസസ് ചെയ്ത ആഹാരങ്ങൾ, പഞ്ചസാര, ആരോഗ്യകരമല്ലാത്ത കൊഴുപ്പിൻ്റെ ഉപയോഗം ഇവയെല്ലാം അമിതവണ്ണത്തിന് കാരണമാകാറുണ്ട്. കൂടാതെ വ്യായാമമില്ലായ്മ, ചിലതരം മരുന്നുകളുടെ ഉപയോഗം, ജനറ്റിക് ഫാക്ടേഴ്സ് ഇവയെല്ലാം അമിതവണ്ണത്തിലേക്ക് നയിക്കുന്നു. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 23% സ്ത്രീകളും 22% പുരുഷന്മാരും അമിതവണ്ണം ഉള്ളവരിൽ പെടുന്നു. ഈ സാഹചര്യത്തിലാണ് അമിതവണ്ണത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ നേരിട്ടിറങ്ങിയത്. അതിനായി അദ്ദേഹം എന്താണ് ചെയ്തത് എന്നറിയണ്ടേ? അമിതവണ്ണവും അത് സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി 10 പേരെ നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. ഈ 10 പേരിൽ ഒരാൾ ആരാണെന്ന് അറിയണ്ടേ? നമ്മുടെ സ്വന്തം ലാലേട്ടൻ. നമുക്കെല്ലാം അറിയാം, മോഹൻലാൽ ഒരു ഫിറ്റ്നസ് ഫ്രീക്കൻ തന്നെയാണെന്ന്. അപ്പോൾ പിന്നെ പ്രധാനമന്ത്രി ലാലേട്ടൻ്റെ പേര് നിർദ്ദേശിച്ചതിൽ അതിശയമൊന്നുമില്ല അല്ലേ? ഏതായാലും നമുക്ക് കാത്തിരിക്കാം മോഹൻലാൽ ഇനി ആരെയൊക്കെയാണ് ഇതിലേക്ക് ചാലഞ്ച് ചെയ്യുന്നതെന്ന്.